വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. കിടിലം പടം തന്നെയാണ്. എനിക്ക് മൂവി അത്ര ഇഷ്ടമായില്ല. ഒരു പുതിയ സംവിധാനം ചെയ്ത പടം പറയത്തില്ല, അജാതി മേക്കിംഗ് ആണ് പടം. ഒന്ന് സ്ക്രിപ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതായിരുന്നേനെ. രേഖാചിത്രത്തിന് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. കിടിലം പടം തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ചാണ്. തുടക്കം മുതൽ അവസാനം വരെ കിടിലം എൻ്റർടൈൻമെൻ്റ് ആണ് ഇരിക്കുന്നത്. മേക്കിംഗ് ഒരു രക്ഷയില്ല, പക്ക മേക്കിംഗ് ആണ്. വിഷ്വൽസ് ആണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് മികച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആവേശം കൊണ്ടുവന്നാണ് അൻവർ ചെയ്ത് വിസ്മയിപ്പിച്ചെങ്കിൽ ഈ വർഷം പ്രാവ്യം കൂടാണ്. ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. സൗബിനും പിന്നെ നമ്മുടെ ബേസിലും ഇവരൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ കൊള്ളാം, നല്ല പടം. ആക്ടിങ് ശരി നൈസ്, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. വൺ ടൈം മൂവിയാണ്. വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞാൽ ചില ഷോർട്സ് ഒക്കെ നല്ല രസം, ലൈക്ക് അത് വീണ്ടും റീവാച്ച് വാല്യൂ ഉള്ള ഷോർട്സ് ഉണ്ട്. മൊത്തം മൂവി റീവാച്ച് വാല്യൂ ഞാൻ അങ്ങനെ പറയില്ല. മേക്കിംഗ് നല്ല രസമായിരുന്നു, മ്യൂസിക് നല്ല രസമായിരുന്നു, പിന്നെ ബേസിലിൻ്റെ ഒക്കെ ക്യാരക്ടർ നല്ല രസമായിരുന്നു. എടുത്തു പറയാൻ ഇത്ര ക്യാരക്ടറൈസേഷൻ ഒന്നും അത്ര അങ്ങോട്ട് ഫ്ലോ ആയിട്ടില്ല. സസ്പെൻസ് എന്നാൽ എൻ്റെ ഒരു സസ്പെൻസിലുണ്ട്. അത് ക്ലൈമാക്സ് ടിസ്റ്റ് ഇതെല്ലാം പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. വിഷ്ണു വിജയ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് നിനക്ക് അടിപൊളിക്കുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി. ശ്രീരാജ് ശ്രീനിവാസൻ പുതിയ സംവിധാനമാണ്, പക്ഷേ ഒരു പുതിയ സംവിധാനം ചെയ്ത പടം പറയത്തില്ല, അജാതി മേക്കിംഗ് ആണ് പടം. ആക്ടിങ് ബേസിൽ ചെമ്പ വിനോദ് ജോസ് പിന്നെ സൗബിൻ ഷാർ തൂക്കി അടിച്ചിട്ടുണ്ട് പടം. ടിസ്റ്റൊക്കെ അടിപൊളിയാണ്, ചെറിയ ടിസ്റ്റുകൾ, പക്ഷേ അതിൻ്റെ മേക്കിംഗ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. സൗബിൻ്റെ ഒക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ബേസിലിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാം, നല്ല പടമായിരുന്നു. ത്രില്ലറാണ്, പക്ഷേ അത്യാവശ്യം കോമഡി എലമെന്റ് ഉണ്ട്. ബേസിൻ്റെ ഓൾറെഡി ഒരു കോമഡി ഇതാന്ന് വിചാരിക്കും, പക്ഷേ സീരിയസ് ആയിട്ട് വരുമ്പോൾ ആ കോമഡി ഹാൻഡിൽ ചെയ്യാൻ ബേസിനെ കൊണ്ട് പറ്റുന്നുണ്ട്. കണ്ടിരിക്കാൻ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല, ജസ്റ്റ് വാച്ചബിളാണ്. പിന്നെ എടുത്ത് പറയാൻ പെർഫോമൻസ് കൊള്ളായിരുന്നു. ഇപ്പോൾ ചെമ്പ വിനോദാണെങ്കിലും ബേസിലാണെങ്കിലും പിന്നെ സൗബിൻ എല്ലാവരും കൊള്ളായിരുന്നു. പക്ഷേ ഫിലിം പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല, ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ഫ്രഷ് ആയിട്ടൊന്നുമില്ല. മേക്കിംഗ് കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, പിന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. പക്ഷേ ഫ്രഷ് ആയിട്ടൊന്നുമില്ല, കണ്ടിരിക്കുക ഒരു ആവറേജ് ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനൊന്നുമില്ലായിരുന്നു. വലിയ കുഴപ്പമില്ല, നമുക്കൊന്ന് ഒരു വട്ടം കണ്ടിരിക്കാം. ട്രെയിലർ പ്രതീക്ഷിച്ച അത്രയ്ക്കൊന്നുമില്ല, എങ്കിലും വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്നതേ ഉള്ളൂ. സൗബിൻ്റെ ആക്ടിംഗ് ഒക്കെ നൈസായിരുന്നു. ബേസിൽ ജോസഫ് എല്ലാ സിനിമയിലും ഒരേപോലെ ആയിട്ടാണ് തോന്നിയത്. അൻവർ റഷീദ് നമ്മൾ യാതൊരു തൊട്ട് കഴിഞ്ഞാലും നമ്മൾ ആവേശം പോലെ മിന്നുന്നതെല്ലാം പൊന്നാവും പോലെ, അതായത് നമ്മുടെ ബേസിൽ പറയാൻ പോലെ കിണ്ടാച്ചി പെർഫോമൻസ്. മൂവി അത്ര ഇഷ്ടമായില്ല. എനിക്ക് മാത്രമാണോ എന്താ ഇപ്പം ഇഷ്ടപ്പെടാത്തത് എന്നുവെച്ചാൽ അവസാനത്തെ 10 മിനിറ്റ് കുറച്ച് എൻഗേജിങ് ആയിരുന്നു. അല്ലാതെ ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗായിരുന്നു. എന്തോ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്, പക്ഷേ അത് വേണ്ട വിധത്തിൽ അങ്ങോട്ട് ഇതാവാത്ത പോലെ, ഒത്തില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു. അത് കുറച്ചും കൂടെ ഒന്ന് സ്ക്രിപ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതായിരുന്നേനെ. സെക്കൻഡാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് ഹാഫാണ് ട്രാക്കിലോട്ട് എത്തിയത്. വേറെ ആയിട്ട് എനിക്ക് അങ്ങനെ പോരായ്മ എങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സിനിമാറ്റോഗ്രഫി എങ്ങനെ ഉണ്ടായിരുന്നു? ഷാജു ഖാലിദിന് എന്തായാലും സിനിമാറ്റോഗ്രാഫി ബോറായിരിക്കില്ലല്ലോ, നമുക്ക് അറിയാമല്ലോ. ആ സാധനമൊക്കെ പക്ക നീറ്റായിട്ട് വന്നിട്ടുണ്ട്, മ്യൂസിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നു അവർക്ക്. അതെനിക്കൊന്ന് പെട്ടെന്ന് തീർത്ത പോലെ ഫീൽ ചെയ്തു ഒരു സെക്കൻഡാണ് അത്യാവശ്യം, സെക്കൻഡ് ഹാഫാണ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ ബേസിലിൻ്റെയും സൗബിൻ്റെയും ചെമ്പൻ്റെയും ചാന്ദിനീൻ്റെ ഒക്കെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് വലിയ തൃപ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ വലിയ തൃപ്തിയില്ല, ഒരു ഹാഫായിട്ട് ഉള്ള തൃപ്തിയുള്ളൂ. നൈസായിരുന്നു, നല്ല മൂവി ആയിരുന്നു. മേക്കിംഗ് ഒക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് എല്ലാം പീക്ക് പെർഫോമൻസ് ആണ് എല്ലാവരെയും. സൗബിനാണെങ്കിലും ചെമ്പനാണെങ്കിലും ബേസിലാണെങ്കിലും എല്ലാം കിടിലം പെർഫോമൻസ്. ബേസിലെ കുറേ കോമഡി സീൻസ് കുറേ വർക്കൗട്ടാണ്, എല്ലാം നല്ല അടിപൊളിയാണ്. സ്ക്രിപ്റ്റൊക്കെ സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല അടിപൊളി സ്ക്രീൻ പ്ലേ ആണ്. വിഷ്ണു വിജയ് മ്യൂസിക് ആണെങ്കിലും നല്ല അടിപൊളി മ്യൂസിക്കാണ്. സിനിമാറ്റോഗ്രാഫി മിക്ക സീൻസുകളും ടോപ്പ് നോച്ചായിട്ട് തോന്നിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊള്ളാം. ഷൈജു ഖാലിൻ്റെ DOP കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആവേശത്തിന് ശേഷം അൻവർ റഷീദിൻ്റെ അടുത്തൊരു ഹിറ്റ് എന്ന് തന്നെ പറയാം, ഈ പ്രാവൻകുടി ഷോപ്പ്. ബേസിൽ ഓരോ മൂവി കഴിഞ്ഞുള്ള ഒരു വെറൈറ്റി അഭിനയമാണ്. ഇപ്പോൾ സൂക്ഷ്മദർശിനിക്ക് ശേഷം ഇത് വെറൈറ്റി ക്യാരക്ടറാണ്, പക്ഷേ ബേസിലെ അഭിനയമൊക്കെ കിടിലമാണ്. നല്ല കോമഡിയൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. നല്ലൊരു പടമാണ്. ഈ വർഷത്തെ രേഖാചിത്രത്തിന് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും.